ഒരുപാട് റിക്വസ്റ്റ് വന്നൊരു ടോപ്പിക്കാണ്. നമ്മുടെ വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട MSC എൽസ 3 എന്ന കപ്പല് കൊച്ചിയിലെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് കടലിൽ മുങ്ങിപ്പോവുകയുണ്ടായി. അപ്പൊ അതിന്റെ കാരണം എന്താണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. മെയ് 23-ാം തീയതി MSC എൽസ 3 എന്ന കപ്പല് 640 കണ്ടെയ്നേഴ്സുമായി വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്ക് പുറപ്പെടുകയായിരുന്നു. അതിൽ 13 കണ്ടെയ്നേഴ്സിൽ ഹസാർഡസ് മെറ്റീരിയൽസും 12 കണ്ടെയ്നേഴ്സിൽ കാൽഷ്യം കാർബേറ്റുമായി. കപ്പൽ ഏകദേശം കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ ദൂരത്തെത്തി മെയ് 24-ന് 1:25 PM കപ്പലിൽ നിന്ന് ഒരു ഡിസ്ട്രസ് കോൾ ചെയ്യപ്പെട്ടു. കപ്പലിലെ കാർഗോ ഹോൾഡുകളിൽ ഒന്നിൽ ഫ്ലഡിംഗ് ആയതിനെ തുടർന്ന് കപ്പൽ ഏകദേശം 26 ഡിഗ്രിയോളം സ്റ്റാർബോർഡ് സൈഡേക്ക് ചരിഞ്ഞു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത് കാരണം കപ്പലിലുണ്ടായിരുന്ന കുറെ കണ്ടെയ്നേഴ്സ് കടലിലേക്ക് വീണു. അത് കേട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇമീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തു. കപ്പലിലുണ്ടായിരുന്ന 24 ക്രൂവിൽ 21 ക്രൂവിനെ ഇമീഡിയറ്റ് ആയിട്ട് ഇവാക്യുവേറ്റ് ചെയ്തു. ബാക്കിയുണ്ടായിരുന്ന 3 ക്രൂവിനെ ഇന്ത്യൻ നേവിയുടെ INS സുജാത എന്ന കപ്പൽ ഇവാക്യുവേറ്റ് ചെയ്യിപ്പിച്ചു. മെയ് 25-ാം തീയതി 7:50 AM MSC എൽസ എന്ന കപ്പൽ ക്യാപ്സൈസായി കടലിലേക്ക് മുങ്ങി. കപ്പലിലെ ഫ്യൂൽ ടാങ്കിൽ 84 മെട്രിക് ടൺ ഡീസലും 367 മെട്രിക് ടൺ ഫർണസ് ഓയിലും ഉള്ളതിനാൽ ഒരു ഓയിൽ സ്പിന്നിനുള്ള ചാൻസസ് ഉണ്ട്. നിലവിൽ ഓയിൽ സ്പില്ലുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മുടെ അതോറിറ്റീസ് ക്ലോസ്ലി മോണിറ്റർ ചെയ്യുകയാണ്. അതുമാത്രമല്ല ഫിഷിംഗ് ആക്ടിവിറ്റീസും 20 നോട്ടിക്കൽ മൈൽ റേഡിയസിൽ സസ്പെൻഡ് ചെയ്തേക്കുവാണ്. ആക്ച്വലി MSC എൽസ എന്ന കപ്പൽ ആദ്യം ഒരു ജനറൽ കാർഗോ ആയിരുന്നു. പിന്നെ അത് ഒരുപാട് പേരുകൾ മാറി മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്താണ് കണ്ടെയ്നർ വെസലാക്കിയത്. ഇത് ഏകദേശം 28 വർഷത്തോളം പഴക്കമുണ്ട് ഈ കപ്പലിന്.